ഹലോ, മഞ്ജൂസ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടൊറേനിയ ചെടി നല്ല രീതിയിൽ ചെടിച്ചട്ടിയിൽ എങ്ങനെ വളർത്തിയെടുക്കാമെന്നാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഈ ചെടിക്ക് കാക്കപ്പൂ എന്നും പേരുണ്ട്. വെള്ളം ധാരാളമായി ഇഷ്ടപ്പെടുന്ന ഗണത്തിലുള്ള ചെടിയാണിവ. ഈ കാണുന്നത് പടർന്നു പോകുന്നതാണ്. ചെടിച്ചട്ടിയിൽ ഹാങ്ങിങ് ചെയ്തിട്ടാൽ കാണാൻ നല്ല ഭംഗിയാണ്. പൂവ് പൂത്തതിന് ശേഷം പൂവന്ന ഭാഗം കട്ട് ചെയ്ത് നിർത്തുവാണെങ്കിൽ അവിടുന്ന് പുതിയ മുകുളങ്ങൾ വന്നിട്ട് നിറയെ മുട്ടുകളിടുകയും പൂ നിറയെ പൂക്കുകയും ചെയ്യും. ഇന്നലെ നല്ല മഴയായതുകൊണ്ട് ഇതിൻ്റെ പൂക്കൾ കുറേ കൊഴിഞ്ഞു പോയി. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോയി എല്ലാവരും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. മിതമായ വെയിലാണ് ഈ ചെടിക്ക് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ ഹാങ്ങിങ് ചെയ്തിടാനൊക്കെ പറ്റിയ ചെടിയാണ്. പടർന്നു പോണ ടൊറേനിയത്തിൻ്റെ വിത്ത് മുളയ്ക്കാൻ വലിയ പ്രയാസമാണ്. ഇതിൻ്റെ തണ്ടുകൾ കട്ട് ചെയ്താണ് തൈകൾ ഉണ്ടാക്കുന്നത്. ഈ ചെടി നട്ടു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടും. ഈ കാണുന്നത് ഞാൻ 1 മാസം മുമ്പ് നട്ട പ്ലാന്റാണ്. ഇപ്പോൾ ഇതിൽ നിറയെ മൊട്ടുകളും വന്ന് നിറയെ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അധികം വളങ്ങളൊന്നും കൂടാതെ തന്നെ 2 നേരം വെള്ളം ഒഴിച്ച് കൊടുത്താൽ തന്നെ ഇത് നല്ല രീതിയിൽ വളർന്നു വരുന്നൊരു പ്ലാന്റാണ്. ഇതിൻ്റെ ഒരു തണ്ട് നട്ടാൽ തന്നെ അതിൽ നിന്ന് ഒരുപാട് ശിഖരങ്ങൾ പൊട്ടിയിട്ട് ഒരുപാട് തണ്ടുകൾ വളർന്നു വരുന്നതാണ്. ഈ കാണുന്നതാണ് ഇതിൻ്റെ മൊട്ടുകൾ. എല്ലാ തണ്ടിലും നിറയെ മൊട്ടുകൾ വന്നിട്ടുണ്ട്. കുലകുലയായാണ് മൊട്ടുകൾ വളരുന്നത്. ഒരു പൂ പൂത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത പൂ വിരിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ചെടിയിൽ എന്നും നിറയെ പൂക്കളുണ്ടാവും. അപ്പോൾ ഈ ചെടി നടുന്നത് എങ്ങനെയെന്ന് നോക്കാം. നേരത്തെ ഞാൻ തയ്യാറാക്കി വെച്ച ചാണകപ്പൊടി, മണ്ണ്, മണൽ ഇവയെല്ലാം ചേർത്തിട്ടുള്ള മണ്ണും പിന്നെ കുറച്ച് ചകിരിച്ചോറ്, ചാണകപ്പൊടി, കരിയില ഇവയെല്ലാം ചേർത്തിട്ടാണ് ഞാനിന്ന് ചെടി നടാൻ പോകുന്നത്. ഈ പോട്ട് മിക്സിൽ ചകിരിച്ചോറിടുമ്പോൾ അതിൽ വെള്ളത്തിൻ്റെ ജലാംശം നിലനിൽക്കാനായിട്ട് സാധിക്കും. ഈ ചെടി വെള്ളം കൂടുതലായി ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ചകിരിച്ചോറ് ഇതിൽ ചേർക്കുന്നത്. ഇവയെല്ലാം കൂടി തന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇതിലേക്കിനി മിക്സ് ചെയ്ത് വച്ചിരിക്കുന്ന പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. മണ്ണിട്ടിട്ട് ചെറുതായിട്ടൊന്ന് താത്തു കൊടുക്കുക. അടിയിൽ കരിയിലായതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് താന്നോളും. അടിഭാഗത്ത് കരിയില ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഓടിൻ്റെ കഷ്ണമോ ഇല്ലെങ്കിൽ മെറ്റിലോ അങ്ങനെ എന്തെങ്കിലും ഇട്ടതിന് ശേഷം മാത്രമേ അടിയിൽ മണ്ണ് നിറയ്ക്കാവൂ. അപ്പോൾ ഇതിൽ നിന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് നമുക്ക് നടാം. ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. ഇതിൽ കുറച്ചുകൂടെ ചെറുതായാലും കുഴപ്പമില്ല. ഒരുപാട് വലുതായി പോയാൽ ചിലപ്പം അത് വാടിപ്പോവാൻ സാധ്യതയുണ്ട്. വെച്ച പോട്ടി മിക്സിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഓരോന്നായിട്ട് നട്ട് കൊടുത്തതിന് ശേഷം കൈവച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തും കൂടെ കൊടുക്കണം. അതിൻ്റെ തണ്ടൊന്ന് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട്. എല്ലാ തണ്ടിലും തന്നെ മൊട്ടുകളുണ്ട്. മൊട്ടില്ലാത്ത ഒരു തണ്ട് പോലും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത്. എന്നിട്ട് ഈ ചെടി ഈ കവർ വെച്ച് മൂടി വയ്ക്കാം. മൂടി വെച്ചില്ലെങ്കിലും കിളിച്ച് കിട്ടും. ഇതിപ്പോൾ ചൂട് സമയമായതുകൊണ്ട് ചിലപ്പോൾ വാടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കവറിട്ട് വയ്ക്കുവാണ്. അപ്പോൾ പിന്നെ ഒട്ടും കിളിക്കാതിരിക്കത്തില്ല, എല്ലാം കിളിക്കും. ഒരാഴ്ച കഴിഞ്ഞ് കവർ എടുത്തതിന് ശേഷം മാത്രം ഇനി വെള്ളം ഒഴിച്ചാൽ മതിയാകും. ഷെയ്ഡിൻ്റെ അടിഭാഗത്തായിട്ട് വയ്ക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ, ബൈ ബൈ, സീ യു.